പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കും ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധിക്കുമിടയിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ആഗോള നയതന്ത്രത്തിന്റെ പ്രധാന കേന്ദ്രബിന്ദുവായി മാറുകയാണ്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റി നൽകാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന രാജ്യത്തേക്ക് ബന്ധങ്ങൾ ശക്തമാക്കാൻ തിടുക്കം കൂട്ടുകയാണ് ലോകരാജ്യങ്ങൾ. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കുമെന്നും എണ്ണ വിതരണവും ഊർജ്ജ സഹകരണവും സംബന്ധിച്ച സുപ്രധാന ചർച്ചകൾ നടക്കുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് ആവശ്യമുള്ളത്ര എണ്ണ വാങ്ങണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുൻപ് റൂബിയോ പറഞ്ഞു. ഇന്ത്യക്ക് ആവശ്യമുള്ളത്ര ഊർജ്ജം വിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വെനസ്വേലൻ എണ്ണയുമായി കാര്യമായ അവസരങ്ങളുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്കറിയാവുന്നിടത്തോളം വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റ് അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കുന്നുണ്ടെന്ന് മാർക്കോ റൂബിയോ കൂട്ടിച്ചേർത്തു. ഇറാൻ യുദ്ധവും ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധിയും ആഗോള എണ്ണ വിപണിയിൽ ഗണ്യമായ ചാഞ്ചാട്ടത്തിന് കാരണമാവുകയും ഇന്ത്യ ബദൽ വിതരണ മാർഗങ്ങൾ തേടുകയും ചെയ്യുന്ന സമയത്താണ് റൂബിയോയുടെ പ്രസ്താവന. ലോകത്തിലെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ ഇറക്കുമതിക്കാരിൽ ഒന്നാണ് ഇന്ത്യ. അവരുടെ അസംസ്കൃത എണ്ണ ആവശ്യങ്ങളുടെ ഒരു പ്രധാന ഭാഗം വിതരണം ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ത്യ അതിന്റെ വിതരണങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിച്ചു വരികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തെളിയിക്കപ്പെട്ട എണ്ണ ശേഖരമുള്ള വെനസ്വേല ഇന്ത്യക്ക് ഒരു പ്രധാന ഓപ്ഷനായി ഉയർന്നു വരുന്നു. രസകരമെന്ന് പറയട്ടെ, 2026 ജനുവരിയിൽ നിക്കോളാസ് മഡൂറോയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ US സൈനിക നടപടിയെ തുടർന്ന് ഡെൽസി റോഡ്രിഗസിനെ ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചു. അതിനുശേഷം വാഷിംഗ്ടണും കാരക്കസും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റോഡ്രിഗസിനെ പലതവണ പ്രശംസിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും എണ്ണ കമ്പനികളുമായുള്ള അദ്ദേഹത്തിന്റെ സഹകരണത്തിന്. വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനായി വെനസ്വേലയുടെ പുതിയ സർക്കാർ എണ്ണ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കൻ അന്താരാഷ്ട്ര കമ്പനികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക, നികുതി കുറയ്ക്കുക, PDVSAയുടെ കുത്തക ദുർബലപ്പെടുത്തുക എന്നിവയാണ് നടപടികളുടെ ലക്ഷ്യം. ഇന്ത്യയും വെനസ്വേലയും തമ്മിലുള്ള ബന്ധത്തിന് രസകരമായ ഒരു സാംസ്കാരിക ബന്ധമുണ്ട്. ഇന്ത്യൻ ആത്മീയ ഗുരു സത്യസായി ബാബയുടെ അറിയപ്പെടുന്ന അനുയായിയാണ് ഡെൽസി റോഡ്രിഗസ്. വൈസ് പ്രസിഡന്റ് ആയിരിക്കെ ദക്ഷിണേന്ത്യയിലെ അദ്ദേഹത്തിന്റെ ആശ്രമം സന്ദർശിച്ചിരുന്നു. മെയ് 23 മുതൽ 26 വരെ റൂബിയോ ഇന്ത്യ സന്ദർശിക്കും. അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ ഊർജ്ജ സുരക്ഷ, പ്രതിരോധ സഹകരണം, വ്യാപാരം, ഇൻഡോ പസഫിക് തന്ത്രം എന്നിവയെക്കുറിച്ച് ചർച്ചകൾ നടക്കും. വെനസ്വേലൻ പ്രസിഡന്റിന്റെ സന്ദർശനവും റൂബിയോയുടെ സന്ദർശനവും ഇന്ത്യയുടെ ഊർജ്ജ തന്ത്രത്തിൽ പുതിയ ചലനാത്മകത സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.